അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മല്ലു എസ്കോബാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ ഡൽഹിയിലെ കുറച്ച് സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഇനിയും പോകാൻ പോകുന്നത് നമ്മുടെ ഫേമസ് ലോട്ടസ് ടെമ്പിൾ, ഹുമയൂൺസ് ടോംബ്, പിന്നെ നമ്മുടെ ജമാ മസ്ജിദ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് പോയത് സെക്ടർ 15 മെട്രോ സ്റ്റേഷനിലാണ്. അത് ബ്ലൂ ലൈനിൽ വരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ടുവേർഡ്സ് നോയിഡ സിറ്റി സെൻറ്ററിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമ്മൾ ബൊട്ടാണിക്കൽ എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പ് ഉണ്ടാവും. അവിടെ നമ്മൾ ഇറങ്ങി അവിടെ നമ്മൾ മജന്ത ലൈനിലേക്ക് ടുവേർഡ്സ് ജനക്പുരി വെസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യണം. എന്നിട്ട് ആ മജന്ത ലൈനിൽ നമ്മൾ ജനക്പുരി വെസ്റ്റിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കൽക്കജി മന്ദിർ എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പ് ഉണ്ടാവും. അവിടെ ഇറങ്ങി അവിടുത്തെ ഏത് ഗേറ്റിൽ കൂടാണോ ഇറങ്ങിയാൽ നമുക്ക് ലോട്ടസ് ടെമ്പിൾ പോകാൻ എളുപ്പം. അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു ഓട്ടോ എടുക്കാം. നമ്മളപ്പോൾ ഒരു ഓട്ടോ എടുത്തിട്ടായിരുന്നു പോയത്. കൂടുതലും ഓട്ടോ എടുത്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. വെയിലൊന്നും കൊള്ളാതെ നമുക്ക് സുഖമായിട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ഈ ഡൽഹി മെട്രോയിൽ നമുക്ക് എല്ലാ സ്റ്റേഷനിലും നമുക്ക് മെട്രോ കാർഡ് കിട്ടും. ബെറ്റർ നിങ്ങൾ മെട്രോ കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് റീചാർജ് ചെയ്താൽ എല്ലായിടത്തും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ കൽക്കജി മന്ദിർ ഇറങ്ങി അവിടുന്ന് മെട്രോയുടെ പുറത്ത് തന്നെ നമുക്കൊരു ഓട്ടോ പെട്ടെന്ന് കിട്ടി. ഇപ്പം അത്യാവശ്യം വെയിലൊക്കെ കാരണം നമ്മൾ ഓട്ടോ ചൂസ് ചെയ്തത്, അല്ലെങ്കിൽ നമുക്ക് നടക്കാനുള്ള ദൂരമേ സത്യം പറഞ്ഞാലുള്ളൂ. പിന്നെ നമ്മൾ ലോട്ടസ് ടെമ്പിളിൽ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് കണ്ടുകൊണ്ട് ഓപ്പോസിറ്റ് ഇതുപോലെ ഫുഡ് കഴിക്കാനൊരു സ്പോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നമ്മൾ അവിടുത്തെ ഒരു ഫേമസ് ചോല ഭട്ടൂരയൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഈ കാണുന്ന ഒരു ലൈനിലേക്ക് പോയിരുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾ നോക്കുമ്പോൾ ഒരു സിംഗിൾ ലൈനേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഭയങ്കര നീളത്തിലായിരുന്നു. പിന്നെ അത് അവരൊരു സെക്കൻഡ് ലൈനൂടെ ക്രിയേറ്റ് ചെയ്ത് നമ്മളൊരു സെക്കൻഡ് ലൈനിലെത്തി. അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമുക്ക് അത്യാവശ്യം ഫാസ്റ്റ് മൂവിങ് ആണ്. നമുക്കിവിടെ ടിക്കറ്റ് ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല. हेलो सर, आप इधर जेंट्स राइट, ये लगेज ले जाइए, बाहर लीजिए. വീഡിയോയിലൂടല്ലേ? അങ്ങനെ നമ്മൾ ആ ഒരു ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് പാസ് കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് കയറി നടക്കാം. അപ്പോൾ നടക്കുമ്പോൾ തന്നെ നമുക്ക് ദൂരെ ഇങ്ങനെ നമ്മുടെ ലോട്ടസ് ടെമ്പിൾ ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ലോട്ടസ് ടെമ്പിളിനെ പറ്റി പറയുകയാണെങ്കിൽ ന്യൂഡൽഹിയിലെ ഏറ്റവും മനോഹരവും ശാന്തത നിറഞ്ഞതുമായ സ്ഥലങ്ങളിൽ ഒന്നാണ്. താമരപ്പൂവിൻ്റെ ആകൃതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വിസ്മയകരമായ കെട്ടിടം ലോകമെമ്പാടുമുള്ള ആളുകളെ ആകർഷിക്കുന്ന ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ്. 1986 പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്ത ഈ ക്ഷേത്രം ബഹായി മതത്തിൻ്റെ ആരാധനാലയമാണ്. ഈ ബഹായി മതം ലോകത്തിലെ ഏറ്റവും പുതിയ മതങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ മനുഷ്യരാശിയുടെ ഐക്യം, എല്ലാ മതങ്ങളുടെയും ഏകത്വം, ഒരേ ഒരു ദൈവം എന്നൊരു കോൺസെപ്റ്റാണ് സത്യം പറഞ്ഞാൽ ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ 19-ാം നൂറ്റാണ്ടിലെ പേർഷ്യൻ, അതായത് ഇന്നത്തെ ഇറാൻ ഉത്ഭവിച്ച ഈ മതം ലോകമെമ്പാടുമുള്ള ആളുകളെ ഒരുമിപ്പിക്കുന്ന ഒരു ആത്മീയ പ്രസ്ഥാനമായി വളരുന്ന ഒന്നാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ശില്പകല തന്നെയാണ്. വൈറ്റ് മാർബിൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന 27 പാളികളാണ് താമരപ്പൂവിൻ്റെ രൂപം നൽകുന്നത്. 3 ലെയറുകളായി ക്രമീകരിച്ചിരിക്കുന്ന ഈ പാളികൾ ചേർന്നൊരു പൂക്കുന്ന താമരയുടെ ഭംഗി സൃഷ്ടിക്കുന്നു. 9 വശങ്ങളും 9 പ്രവേശന കവാടങ്ങളും ഉള്ള ഈ നിർമ്മിതിയുടെ ചുറ്റിലും മനോഹരമായ ജലാശയങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ ലോട്ടസ് ടെമ്പിളിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ ഹുമയൂൺസ് ടോംബിലേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഡയറക്റ്റ് ഒരു ഉബർ ഓട്ടോ പിടിച്ചിട്ടാണ് നേരെ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് കൽക്കജി മന്ദിർ മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ വീണ്ടും നമ്മുടെ ലൈൻ ചേഞ്ച് ചെയ്ത്
നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അവിടെ ഇറങ്ങിയിട്ടാണ് അവിടെ നിന്നൊരു വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ ഇവിടെ ശരിക്കും വരാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയൊരു എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലൊരു വലിയൊരു ഏക്കർ കണക്കിന് കിടക്കുന്ന ഒരു ഗാർഡൻ സ്പേസിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ന്യൂഡൽഹിയിലെ ചരിത്ര പ്രാധാന്യമുള്ള സ്മാരകങ്ങളിൽ ഒന്നായ ഹുമയൂൺ സ്റ്റോം ഇന്ത്യയിലെ മുഗൾ ശില്പകലയുടെ ആദ്യകാല മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ്. മുഗൾ ചക്രവർത്തിയായ ഹുമയൂണിൻ്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഹമിദ ബാനു ബീഗം 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ സമാധി പിന്നീട് വന്ന താജ്മഹൽ പോലുള്ള മഹത്തായ നിർമ്മിതികൾക്ക് പ്രചോദനമായതായി കരുതപ്പെടുന്നു. 1570 പൂർത്തിയായ ഈ സ്മാരകം ഇന്ന് യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ഹംപി പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ പഴക്കം ചേർന്ന അതേപോലെ തന്നെ യുനെസ്കോയുടെ ഈ പൈതൃക പട്ടികയിലൊക്കെ ഇടം നേടിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ പോകുമ്പോൾ തന്നെ നമ്മളെ ഒരു പഴയ കാലത്തേക്ക് കൊണ്ടുപോവുകയാണ് സത്യം പറഞ്ഞാൽ. നമുക്ക് ചില സ്ഥലങ്ങളിൽ പോയാൽ അങ്ങനത്തെ ഒരു ഫീൽ തന്നെ കിട്ടുള്ളൂ. അതേപോലെ നമ്മളിവിടെ പോകുമ്പോൾ നമ്മൾ ആലോചിക്കും അന്നത്തെ കാലത്ത് ഇവിടെ എന്തൊക്കെ നടന്നു. അങ്ങനെ ഓരോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളിപ്പോൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു പള്ളി തന്നെ നിൽക്കുന്ന ഒരു സറൗണ്ടിങ് നമുക്ക് കാണാം. വലിയൊരു ഗാർഡൻ ഉണ്ടാവും, നല്ലൊരു സ്പേസ് തന്നെ ഉണ്ടാവും. അതുപോലൊക്കെ തന്നെയാണ് ഇതിങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു കവാടം കഴിഞ്ഞ് നമ്മൾ ഈ ചില വീഡിയോസ് കണ്ടിട്ടുണ്ട് താജ്മഹലൊക്കെ കാണുന്നത്. ആ ഒരു ഫീലാണ് ഈ ഒരു കവാടം കഴിഞ്ഞ് മുന്നോട്ടേക്ക് ആ ഒരു ബിൽഡിങ്, ആ ഒരു ഹുമയൂൺ സ്റ്റോം നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഹുമയൂൺ സ്റ്റോംബ് നിർമ്മിച്ചിരിക്കുന്നത് ചുവന്ന കല്ലും വെളുത്ത മാർബിളും ചേർന്നാണ്. അതിൻ്റെ വലിയ ഗോപുരം സമചതുരമായ രൂപകൽപ്പനയും അതിൻ്റെ ഏറെ മനോഹരമാക്കുന്നു. ചുറ്റും വിശാലമായ ചാർബാഗ് ശൈലിയിലുള്ള തോട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഇത് പേർഷ്യൻ ശൈലിയിൽ നിന്നും ഉള്ളൊരു പ്രത്യേക കോട്ട രൂപമാണ്. വെള്ളച്ചാലുകളും പാതകളും സമചതുരമായി ക്രമീകരിച്ചിരിക്കുന്ന ഈ തോട്ടങ്ങൾ സ്ഥലത്തിൻ്റെ ഭംഗി ഇരട്ടിയാക്കുന്നു. സത്യം പറഞ്ഞ ഒരു ദിവസമൊക്കെ ചിലപ്പോൾ നമ്മൾ അവിടെ വേറെ ഒരു പരിപാടി ഇല്ലെങ്കിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട് അവിടെ. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻ, പിന്നെ ഈ ഒരു ബിൽഡിങ് കാണാൻ തന്നെ അധികം ഭയങ്കര. നമുക്ക് ഒരുപാട് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് നമ്മുടെ സമയം പോകുന്നത് പോലും നമ്മൾ അറിയത്തില്ല. ഇപ്പോൾ നമ്മളൊരു ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് വേണമെങ്കിൽ അവർക്ക് കളിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്, നമുക്ക് ഇരുന്ന് സംസാരിക്കാം, എന്തെങ്കിലും ഫുഡ് കരുതിയിട്ടുണ്ടെങ്കിൽ അതാവാം. അങ്ങനെ നമുക്കങ്ങനെ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് നമ്മുടെ ഹുമയൂൺ സ്റ്റോം എന്ന് പറയുന്നത്. അത്രയധികം ഭംഗിയിലാണ് ഓരോന്നും ചെയ്തു വെച്ചത്. കാരണം എത്ര ചൂടത്തും അതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് അവർ യൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽസ് ആണെങ്കിലും ആ ഒരു ഡിസൈൻ ആണെങ്കിലും ഒക്കെ പിൻകാലത്ത് പല കെട്ടിടങ്ങൾക്കും എല്ലാം ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നിട്ടുണ്ടാവാനുള്ള കാര്യം ഷുവറാണ്. ഈ സ്മാരകത്തിൻ്റെ അകത്ത് ഹുമയൂണിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റു നിരവധി മുഗൾ രാജകുടുംബാംഗങ്ങളുടെ ഖബറുകളും ഇവിടെ കാണാം. ശാന്തവും ചരിത്രഭാരവുമുള്ള ഈ അന്തരീക്ഷം സന്ദർശകരെ പഴയ കാലത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. ഓരോ കോണിലും മുഗൾ കാലഘട്ടത്തിൻ്റെ ശില്പ സൗന്ദര്യവും സാംസ്കാരിക പൈതൃകവും നിറഞ്ഞു നിൽക്കുന്നു. ഹുമയൂൺ സ്റ്റോംബ് ഒരു സമാധിയായിരുന്നാലും അതൊരു വലിയ സാംസ്കാരിക സ്മാരകമായി മാറിയിരിക്കുന്നു. മനോഹരമായ ഗാർഡനുകളും സമചതുരമായി രൂപകൽപ്പനയും ചേർന്ന് ഇത് ഫോട്ടോഗ്രാഫർമാർക്കും വിനോദസഞ്ചാരികൾക്കും ഏറെ പ്രിയപ്പെട്ട സ്ഥലമായി മാറ്റുന്നു.
ഇവിടുന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് ആ ഒരു മെയിൻ ഗോപുരവും ആ ഒരു ഖബറും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കറങ്ങി ഇങ്ങനെ കാണാനും മേളിലേക്ക് പോകാനും ഒക്കെ സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ അത്യാവശ്യം ഒരുപാട് ഫ്രെയിംസ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഖബറുള്ള ഈ ഒരു ഗോപുരത്തിൻ്റെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഡൽഹിയിൽ സന്ദർശിക്കേണ്ട പ്രധാന സ്ഥലങ്ങളിൽ ഒന്നായി ഹുമയൂൺസ് ടോംബ് അറിയപ്പെടുന്നു. ചരിത്രവും ശില്പകലയും പ്രകൃതി സൗന്ദര്യവും ഒരുമിച്ച് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു അതുല്യ അനുഭവമാണ്. ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകവും മുഗൾ രാജ്യത്തിൻ്റെ മഹത്വവും ഓർമ്മപ്പെടുത്തുന്ന ഈ സ്മാരകം ഓരോ സന്ദർശകരുടെയും മനസ്സിൽ ദീർഘകാലം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓർമ്മയായി മാറും. അങ്ങനെ ഹുമയൂൺസ് ടോംബിൽ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്തുള്ള മെട്രോ സ്റ്റേഷനായ ജവഹർലാൽ നെഹ്റു സ്റ്റേഷനിൽ വന്നിട്ട് അവിടെ നമ്മൾ വയലറ്റ് ലൈനിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് അതിന് ഉള്ളിലുള്ളൊരു സ്റ്റോപ്പാണ് ജമാ മസ്ജിദ്. അപ്പോൾ നമ്മൾ ജമാ മസ്ജിദ് സത്യമായി നമുക്ക് ആ ഒരു റെഡ് ഫോർട്ട് ഒക്കെ കണ്ട ദിവസം തന്നെ കാണേണ്ടതാണ്. അപ്പോൾ നമുക്കന്ന് ഇന്ത്യ ഗേറ്റ് പോകേണ്ടത് കൊണ്ടും കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തതാണ് നെക്സ്റ്റ് ഡേയിലേക്ക്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഇതുപോലെ ഫ്രണ്ടിൽ ഒരുപാട് ബസാറുണ്ട്. നമുക്ക് ഒരുപാട് ഈവൻ ഐഫോൺ വരെ മേടിക്കാൻ കിട്ടുന്ന ഒരു ബസാറാണ്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ഫോണും കാര്യങ്ങളും എല്ലാം സൂക്ഷിക്കണം. കാരണം അവിടെ ഇങ്ങനെ അനൗൺസ് ചെയ്യും നമ്മുടെ പേഴ്സ്, ഫോണ്, ബാഗ് കാര്യങ്ങളൊക്കെ എപ്പോഴും ഒരു സർവൈലൻസിലായിരിക്കണം നമ്മുടെ. കാരണം പോക്കറ്റടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മെയിനാണ് ഇവിടുത്തെ ഒരു ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡ്സ് ഇവിടെ നിരവധിയുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് അവർ തരുന്നതും. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം. അത്യാവശ്യം അടിപൊളി തന്നെയാണ് അവിടുത്തെ ഫുഡും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ജമാ മസ്ജിദിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു ഗേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് വേണം നമ്മൾ ഉള്ളിലേക്ക് കിടക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോയൊരു ടൈം എന്ന് പറഞ്ഞാൽ വൈകിട്ടൊരു ഈവനിങ് ഒരു സൺസെറ്റിന് മുന്നുള്ള ടൈമാണ്. ഏറ്റവും ബെസ്റ്റ് ടൈം ഇവിടെ വിസിറ്റ് ചെയ്യാൻ അതെന്ന് തന്നെ പറയാം. കാരണം ആ ഒരു സൂര്യൻ്റെ ആ ഒരു അസ്തമ സമയം ആ ഒരു ടൈമിൽ വേണം ഇവിടെ വരാൻ. കാരണം അത്ര ബ്യൂട്ടിഫുള്ളാണ് ആ ഒരു കാഴ്ച നേരിൽ കാണാൻ തന്നെ. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളൊരു ഗോപുരത്തിൽ കയറുമ്പോൾ തന്നെ ആ ഒരു സൂര്യൻ്റെ പ്രകാശമൊക്കെ അടിച്ചിട്ട് തന്നെ അടിപൊളിയായിരുന്നു. ക്യാമറയിൽ കാണുമ്പോൾ എത്രത്തോളം ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് അറിയില്ല. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും പോകണം. അതും വൈകുന്നേരം തന്നെ പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ന്യൂഡൽഹിയിലെ ഏറ്റവും മഹത്തായതും ചരിത്ര പ്രാധാന്യമുള്ളതായ ആരാധനാലയങ്ങളിൽ ഒന്നാണ് ജമാ മസ്ജിദ്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ 1650 തുടങ്ങി 1656 പൂർത്തിയാക്കിയ ഈ മസ്ജിദ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നായി അറിയപ്പെടുന്നു. ഒരേ സമയം ആയിരക്കണക്കിന് ആളുകൾക്ക് ഇവിടെ പ്രാർത്ഥിക്കാനാകുന്ന വിശാലമായ പ്രാർത്ഥനാ മൈതാനം ഈ മസ്ജിദിൻ്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ്. ചുവന്ന കല്ലും വെളുത്ത മാർബിളും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ജമാ മസ്ജിദ് ശില്പകല മുഗൾ കാലഘട്ടത്തിൻ്റെ മഹത്വം വ്യക്തമാക്കുന്നു. 3 വലിയ ഗോപുരങ്ങളും 2 ഉയർന്ന മിനാരുകളും ഈ കെട്ടിടത്തിന് ഒരു അതുല്യമായ ഭംഗി നൽകുന്നു. മിനാരുകളിൽ കയറിയാൽ പഴയ ഡൽഹിയും മനോഹരമായ ദൃശ്യം കാണാൻ സാധിക്കും. മസ്ജിദിൻ്റെ വിശാലമായ പ്രകാരത്തിൽ ഒരേ സമയം ഏകദേശം 25,000 പേർക്ക് പ്രാർത്ഥിക്കാനാകുമെന്നാണ് അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിലും ഉത്സവ ദിവസങ്ങളിലും ഇവിടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ സ്ഥലം ഒരു ആരാധനാലയം മാത്രമല്ല, പഴയ ഡൽഹിയുടെ സാംസ്കാരികവും ആത്മീയതയുമായ ഹൃദയമായി കൂടി കണക്കാക്കപ്പെടുന്നു. ചരിത്രവും ആത്മീയതയും ഒരുമിച്ച് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്ഥലം ഒരു പ്രത്യേക അനുഭവമാണ്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ ശില്പകലയും പൈതൃകവും ഇന്നും ജീവിക്കുന്ന ഒരു സാക്ഷ്യമായി ജമാ മസ്ജിദ് നിലകൊള്ളുന്നു. അങ്ങനെ അവിടെ നിന്നും ഇറങ്ങി ഈ കാണുന്നൊരു ഹോട്ടലിൽ നിന്ന്, അതായത് ജമാ മസ്ജിദ് ബാക്ക് സൈഡിൽ നിന്ന് ഇതുപോലൊരു ഒതൻറ്റിക് മന്തിയും ഒക്കെ കഴിച്ച് മനസ്സൊക്കെ നിറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. തീർച്ചയായിട്ടും നിങ്ങൾ ജമാ മസ്ജിദിൻ്റെ ബാക്ക് സൈഡിലുള്ള ഈ ഒരു ഫുഡിൻ്റെ ഒരു സ്പോട്ടുകളൊക്കെ എന്തായാലും തീർച്ചയായിട്ടും പോകണം. വെറൈറ്റി കുറേ ഒതൻറ്റിക്കായിട്ടുള്ള മന്തി കാര്യങ്ങളൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോകും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡൽഹിയിലെ വിശേഷങ്ങൾ ഈ ഒരു വീഡിയോ കൊണ്ട് കഴിയുകയാണ്. അപ്പോൾ നമ്മുടെ ഇനി വരുന്ന കാഴ്ചകളെല്ലാം നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ മണാലി ആയിരുന്നു.
അപ്പോൾ മണാലിയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ നേരെ റൂമിൽ പോയി നമ്മുടെ ബാഗും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് നേരെ നമ്മുടെ ഒരു ബസ്സിൻ്റെ ടൈം എന്ന് പറയുന്നത് 10:30 സമയമായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഈ കാശ്മീരി ഗേറ്റിൽ വരുമ്പോഴാണ് നമ്മുടെ എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളും നമ്മളിപ്പോൾ റെഡ് ബസ്സിൽ നിന്നായിരുന്നു നമ്മൾ ബസ് ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ബസ്സിൻ്റെ ടൈം ലൊക്കേഷൻ നമ്മുടെ പ്ലാറ്റ്ഫോം ഏതാണെന്നുള്ള കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മണാലി പോകാനുള്ള ഈ ഒരു ഡെൽറ്റൻ ട്രാവൽസിൻ്റെ ബസ് എത്തി. അപ്പോൾ തന്നെ സോ ഹാപ്പി. ആ ഒരു യാത്രാ വിവരങ്ങൾ ബാക്കി കാഴ്ചകളൊക്കെ ഇനി അടുത്ത വീഡിയോസിൽ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി ഇനി നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.